ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുന്ന എല്ലാവർക്കും ഒരേപോലെ ആവശ്യമുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അപ്പം ഈ ആപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഗേൾസ് ആണെങ്കിലും ജെൻസ് ആണെങ്കിലും വലിയവരാണെങ്കിലും ചെറിയവരാണെങ്കിലും ആർക്കാണെങ്കിലും നമ്മളെല്ലാവരും ട്രെയിനിൽ പോകുന്നവരായിരിക്കും അല്ലേ. പക്ഷേ നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ട്രെയിൻ ആപ്ലിക്കേഷൻ വേർ ഇസ് മൈ ട്രെയിൻ അല്ലെങ്കിൽ ഫൈൻഡ് ട്രെയിൻസ് അങ്ങനെയൊക്കെ പറഞ്ഞ കുറേ ആപ്ലിക്കേഷൻസ് നിങ്ങളെല്ലാം ഫെമിലിയറായിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഇതൊക്കെ ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ആണ്. ജെനുവിനായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ഉണ്ട്. നമുക്ക് കറക്റ്റായിട്ട് ട്രെയിനിൻ്റെ സ്റ്റാറ്റസ്, ഇനി പുതിയ എത്ര ഇടവേളയ്ക്കാണ് അടുത്ത ട്രെയിൻ വരുന്നത്, കറക്റ്റ് റണ്ണിങ് സ്റ്റാറ്റസ് എല്ലാം കിട്ടുന്ന ഒരു കിഡിലൻ ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പം ഇതാണ് നമ്മളെല്ലാവരും യൂസ് ചെയ്യേണ്ട ആപ്ലിക്കേഷൻസ്. അപ്പം ഈ ആപ്ലിക്കേഷൻ്റെ പേരെന്ന് വെച്ചാൽ NDS എന്നാണ്. അപ്പം ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ കയറി നിങ്ങളൊന്ന് സെർച്ച് ചെയ്യുക, NDS റെയിൽവേ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ അപ്പം നിങ്ങൾക്ക് കിട്ടും. അപ്പം ഓൾറെഡി ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. NDES എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. NDS അല്ല, സോറി, NDES. അപ്പം ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഇൻസ്റ്റാൾ ചെയ്ത് നാഷണൽ ട്രെയിൻ എൻക്വയറി സിസ്റ്റം, ഡയറക്റ്റ് സെൻട്രൽ ഫോർ റെയിൽവേ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഗവൺമെൻറ് ഇതാണ്. ഇത് കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, വേറെ ഒരു കോംപ്ലിക്കേഷനും ഇല്ല. ആകെ 1 2 3 4 5 6 ഓപ്ഷൻസേ ഉള്ളൂ. അപ്പം സ്പോട്ട് യുവർ ട്രെയിൻ, ലൈവ് സ്റ്റേഷൻസ്, ട്രെയിൻ ഷെഡ്യൂൾഡ്, ട്രെയിൻ ബിറ്റ്വീൻ സ്റ്റേഷൻസ്, ട്രെയിൻ എക്സെപ്ഷൻ ഇൻഫർമേഷൻ, മാനേജ് ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ അപ്പം നമുക്കിഷ്ടമുള്ള ഫേവറേറ്റ് ഒക്കെ ചെയ്തു വെക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പം നമുക്ക് ഇപ്പം സ്പോട്ട് യുവർ ട്രെയിൻ, അപ്പം നമുക്ക് കറക്റ്റ് ട്രെയിനിൻ്റെ നമ്പർ അറിയാം. ലാസ്റ്റ് ഒരു 6 ഡിജിറ്റ് നമുക്ക് അറിയാമെങ്കിൽ നമ്മളൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനിപ്പോൾ ഒരു ട്രെയിനിൻ്റെ ഓക്കെ, അപ്പം 16629 എന്ന് പറഞ്ഞിട്ട് ഞാനൊന്ന് സെർച്ച് ചെയ്തു. അപ്പോൾ സെർച്ച് ചെയ്തപ്പോൾ മലബാർ എക്സ്പ്രസിൻ്റെ ആണ് അത് വന്നിരിക്കുന്നത്. അപ്പോൾ ട്രിവാൻഡ്രം ടു മാംഗ്ലൂർ സെൻട്രൽ എന്നാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റാറ്റസും ഡിലേയും ഓൺ ടൈമും എല്ലാം കറക്റ്റായിട്ട് കാണിച്ചു തരും. ഇതൊരു കിഡിലൻ ആപ്ലിക്കേഷനാണ്, ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ. അപ്പം നമ്മൾ അതുമേ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എപ്പോൾ ഇത് വിട്ടു, ഏത് കോച്ചാണ്, കോച്ച് പൊസിഷൻസും, എത്ര മിനിറ്റ് ഡിലേ ആയി, ഇപ്പോൾ എത്ര ടൈം ഓൺ ടൈമിൽ എത്തും, എല്ലാ കാര്യം കറക്റ്റ് അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു ഗവൺമെൻറ് ആപ്ലിക്കേഷനാണ്. ഓക്കെ, അപ്പം ഞാൻ ജെന്യുവൻ ആപ്ലിക്കേഷൻ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ നമുക്കിപ്പം നമ്പർ അറിയത്തില്ലെങ്കിൽ, ട്രെയിൻ നമ്പർ അറിയത്തില്ലെങ്കിൽ ട്രെയിൻ ബിറ്റ്വീൻ സ്റ്റേഷൻസ് നോക്കുക. എന്നിട്ട് ഞാനിവിടെ എറണാകുളം ടു തൃശ്ശൂർ ചെയ്തിട്ടുണ്ട്. എറണാകുളം ഫ്രം ഏത് സ്റ്റേഷൻ ടു തൃശ്ശൂർ ഓൾ ടൈപ്പ് എല്ലാ ട്രെയിൻസും ഗെറ്റ് ട്രെയിൻസ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെ ട്രെയിനാണ് ഇനി വരാനുള്ള ട്രെയിൻസിൻ്റെ എല്ലാ ഡീറ്റെയിലും ഇവിടെ തന്നിട്ടുണ്ടാവും. അതും കറക്റ്റ് ജെനുവിൻ ആയിരിക്കും. നിങ്ങൾ കയറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമുക്കെന്ന് വെച്ചാൽ ലൈവ് സ്റ്റേഷൻസ് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാം. ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ തൃശ്ശൂരിലെ ഒരു 2 hours വരുന്ന ട്രെയിനാട്ടോ ഞാൻ നോക്കുന്നത്. ഗോ ടു സ്റ്റേഷൻസും കൂടെ കൊടുക്കണേ. അപ്പോൾ നമുക്ക് ഗോ ടു സ്റ്റേഷനുകൾ എറണാകുളം തന്നെ കൊടുക്കാം. എറണാകുളം ടൗൺ തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം ഒരു 2 hours ഇടയിൽ വരുന്ന ട്രെയിൻസിൻ്റെയാണ്. അപ്പോൾ ഗെറ്റ് ട്രെയിൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതും ഒരു പൂർണ്ണ എക്സ്പ്രസ്സും വരും, ഒരു ട്രിവാൻഡ്രം എക്സ്പ്രസ്സും ഉണ്ട് കേട്ടോ. ഇതൊന്നും നമ്മൾ ബാക്കിയുള്ള ആപ്ലിക്കേഷൻസിനകത്തൊന്നും നമുക്ക് എന്തായാലും ലൈവായിട്ട് കിട്ടില്ല. അപ്പം നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാൻ മാനേജ് ഫേവറേറ്റ്, ഇപ്പോൾ ഡെയിലി ട്രാവലൊക്കെ ചെയ്യുന്നവർക്ക് ഈ പറഞ്ഞ മാനേജ് ഫേവറേറ്റിലേക്ക് നമുക്ക് ചെയ്യാം. പിന്നെ ട്രെയിൻ ഷെഡ്യൂൾസ്, അപ്പോൾ ഷെഡ്യൂൾസും കിട്ടും നമുക്കിത്. അപ്പം നിങ്ങളെല്ലാവരും ചെയ്തു നോക്കുക. അപ്പോൾ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളെല്ലാം നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതാണ് കറക്റ്റ് ഒരു ഗവൺമെൻറ് ഓൺ ബോഡി ഈ പറയുന്ന ആപ്ലിക്കേഷൻസ്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന്, ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഫ്രണ്ട്സിനൊന്ന് റെഫർ ചെയ്യാം. തൊട്ടടുത്ത് ബെല്ലൈക്കൺ കൊണ്ട് പ്രസ് ചെയ്യണം. കാരണം ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കാനാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പം എല്ലാവർക്കും ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ കൊണ്ട് കാണുന്നതിന് വരെ ഓക്കെ, ബൈ, താങ്ക്സ്.